ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മലയാളം ഷെയർസ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഗുഡ് ഈവനിങ്. ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ഇന്ന് മാർക്കറ്റ് എങ്ങനെ സമാപിച്ചിരിക്കുന്നു, ടോപ്പ് ഗെയിനേഴ്സ് ആയിട്ടുള്ള സ്റ്റോക്കിൽ ഏതൊക്കെ, ടോപ്പ് ലൂസേഴ്സ് ആയ സ്റ്റോക്കിൽ ഏതൊക്കെയാണ്, സ്വിംഗ് ട്രേഡിങ്ങിന് ഏതൊക്കെ സ്റ്റോക്കുകൾ ബ്രേക്ക്ഔട്ട് തരാൻ സാധ്യതയുണ്ടെന്ന് നോക്കാം. അപ്പോൾ ആദ്യം നമുക്ക് ഇൻഡെക്സ് ഇന്ന് എങ്ങനെ പെർഫോം ചെയ്തിട്ടുണ്ടെന്ന് നോക്കാം. വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ നിഫ്റ്റി ഇന്ന് ഗ്യാപ്പ് അപ്പിൽ ഓപ്പൺ ചെയ്താലും പിന്നെ സൈഡ് വേസിലാണ് ഇന്ന് പോയത്. അപ്പോൾ ഗ്യാപ്പ് ഫില്ലിംഗ് നടന്നാൽ മാത്രമേ നമുക്കത് അപ് ട്രെൻഡ് ആണോ അല്ലെങ്കിൽ ഡൗൺ ട്രെൻഡ് ആണോ എന്നുള്ളത് പറയാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ അതുവരെ ഈ ഒരു സൈഡ് വേസ് തന്നെ പോകാൻ സാധ്യതയുണ്ട്. എന്നാലും 27 പോയിന്റ്സ് മാത്രമാണ് നെഗറ്റീവ് ആയത്. ബാങ്ക് നിഫ്റ്റി 16 പോയിന്റ്സ് നെഗറ്റീവ്. കമ്പാരിറ്റീവ് നിഫ്റ്റി വെച്ച് നോക്കുമ്പോഴത്തേക്ക് കുറച്ച് സ്ട്രോങ്ങർ ആണെന്ന് പറയാം. ഫിൻ നിഫ്റ്റി 11 പോയിന്റ്സ് നെഗറ്റീവ് ആണ്. ഓപ്പൺ ഈക്വൽ ടു ഹൈ സ്ട്രാറ്റജി, ആ ഒരു സ്ട്രാറ്റജി നിങ്ങൾക്ക് നല്ല അറിയാമെന്നുണ്ടായിരുന്നെങ്കിൽ ഈ ഒരു 4 ഇൻഡെക്സ് നല്ലോണം നമുക്ക് എന്ത് ചെയ്യാം, ട്രേഡ് ചെയ്ത് പ്രോഫിറ്റ് എടുക്കാമായിരുന്നു. അപ്പോൾ അത് നിങ്ങൾക്ക് അറിഞ്ഞൂടാ എങ്കിൽ ഓപ്പൺ ഈക്വൽ ടു ഹൈ സ്ട്രാറ്റജി എന്താണെന്നുള്ള ഒരു വീഡിയോയുടെ ലിങ്ക് ഓൾറെഡി ഞാൻ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ കൊടുക്കാം. അപ്പോൾ അത് പോയി ശ്രദ്ധിക്കുക. ദെൻ മിഡ് ക്യാപ്പ് നല്ലൊരു അപ് ട്രെൻഡ് ആണ് വന്നത്, എന്നിട്ട് പിന്നെ ഡൗൺ പോയിട്ടുണ്ട്. 6 പോയിന്റ്സ് നെഗറ്റീവ്. സെൻസസ് 105 പോയിന്റ്സ് നെഗറ്റീവ്, നിഫ്റ്റിയെക്കാളും വീക്കറാണ്. ഗോൾഡ് ചെറിയൊരു റിക്കവറി വന്നു. ക്രൂഡ് ഓയിൽ 700 പോയിന്റ്സ് പോസിറ്റീവ് ആയിട്ടുണ്ട്. സിൽവറും 56 പോയിന്റ്സ് പോസിറ്റീവ്. അപ്പോൾ ഓവറോൾ ആയിട്ട് മാർക്കറ്റ് സൈഡ് വേസ് ആണ്. ബട്ട് നമുക്ക് ഡൗൺ ട്രെൻഡ് ആണെന്ന് പറയാൻ പറ്റില്ല, സൈഡ് വേസ് ആണ്. കാരണം ഭൂരിപക്ഷം സ്റ്റോക്കുകളും പോസിറ്റീവ് തന്നെയാണ്. സോ മാർക്കറ്റ് ബുള്ളിഷ് തന്നെ, ബട്ട് സൈഡ് വേസ് ആണ്. അപ്പോൾ ഗ്യാപ്പ് ഫില്ലിംഗ് കഴിഞ്ഞിട്ട് അത് അപ് ട്രെൻഡ് ആണെന്നുള്ളത് കൺഫേം ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പോൾ അതുവരെ ഈ ഒരു സൈഡ് വേസ് തുടരും. ഇന്ന് ടോപ്പ് ഗെയിനേഴ്സിൽ ഏതൊക്കെ സ്റ്റോക്ക് വന്നിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. TTML ഇന്ന് 16.71% പോസിറ്റീവ് ആയിട്ടുണ്ട്. അപ്പോൾ TTMLയുടെ വാല്യുവേഷൻ നിങ്ങൾ നോക്കിയാൽ നല്ല നെഗറ്റീവ് ആയിട്ടുള്ളത് കാണാം. ബട്ട് ഇത് ടെക്നിക്കലി നല്ലൊരു ബ്രേക്ക്ഔട്ട് ആയതുകൊണ്ടാണ് ഇന്നിപ്പോൾ 16% കയറിയിട്ടുള്ളത്. ദെൻ സെക്കൻഡ് സ്റ്റോക്ക് വരുന്നത് CGCL. സോറി, CGCL 8.68% കയറിയിട്ടുണ്ട്. Prima Industries 17.84%. Tollin Tires 20% കയറിയിരിക്കുന്നു. ദെൻ സൊണാറ്റ സോഫ്റ്റ്വെയർ, അങ്ങനെ ഒത്തിരി സ്റ്റോക്കുകൾ ഇന്ന് പോസിറ്റീവ് ആയിട്ടുണ്ട്. സൊണാറ്റ സോഫ്റ്റ്വെയർ 8.21. പിരാമൽ എന്റർപ്രൈസസ് 8.16%. വോഡാഫോൺ ഐഡിയ 7.89. ത്രിവേണി ടർബൈൻ 7.83%. കാപ്ലിൻ പോയിന്റ് 6.95%. GRSC 6.70. ശ്രീ രേണുക ഷുഗർ 6.16. ദെൻ പ്രമ ഇൻഡസ്ട്രീസ് നമ്മൾ നേരത്തെ പറഞ്ഞു. അപ്പോൾ ഇത് 3 സ്റ്റോക്കുകൾ ടോപ്പ് ഗെയിനേഴ്സിലുണ്ട്. കൊച്ചിൻ ഷിപ്പ്യാർഡ് എടുത്ത് പറയേണ്ട സ്റ്റോക്കാണ്, വീണ്ടും കയറിയിട്ടുണ്ട്, 5% ആണ്. അതുപോലെ ബയോകോൺ 4.85. ഭാരത് ഡൈനാമിക്സ് 3.82% കയറിയിട്ടുണ്ട്. ഇനി ടോപ്പ് ലൂസേഴ്സിൽ ഏതൊക്കെ സ്റ്റോക്ക് വന്നിട്ടുണ്ടെന്ന് നോക്കാം. അതിൽ പോളി മെഡിക്യൂർ 7.94%. അദാനി സ്റ്റോക്ക് അഗെയിൻ ഇന്നലെയും കൂടി പറഞ്ഞതേ ഉള്ളൂ. അദാനി സ്റ്റോക്കിൽ പ്ലീസ് അവോയ്ഡ് ചെയ്യുക, ഒരിക്കലും ഇൻവെസ്റ്റ് ചെയ്യരുത്. ഇതിനേക്കാളും ബെറ്റർ നല്ല സ്റ്റോക്സുകൾ വേറെ ഉണ്ട്. BSE ലിമിറ്റഡ് 5.46. ജി വെർണോവ 5% ഡൗൺ ആയിട്ടുണ്ട്. ഫോർട്ടിസ് ഹെൽത്ത് കെയർ 4.76% ഡൗൺ പോയിട്ടുണ്ട്. അപ്പോൾ ഇനി ബ്രേക്ക്ഔട്ട് തരാൻ സാധ്യതയുള്ള സ്വിംഗ് ട്രേഡിംഗ് ഓഹരികൾ ഏതൊക്കെ നോക്കാം. അപ്പോൾ അതിന് മുന്നേ ഡിസ്ക്ലെയിമർ ആവർത്തിക്കുകയാണ്, ഞാൻ സെബി രജിസ്റ്റർഡ് ആയിട്ടുള്ള അനലിസ്റ്റ് അല്ല. ഈ വീഡിയോ എഡ്യൂക്കേഷൻ പർപ്പസിന് വേണ്ടിയാണ്. നിങ്ങളും കൂടി എന്ത് ചെയ്യുക, സ്റ്റോക്കിന്റെ വാല്യുവേഷൻ, ഫണ്ടമെന്റൽ അനാലിസിസ്, ടെക്നിക്കൽ അനാലിസിസ്, മാർക്കറ്റ് ഡയറക്ഷൻ, ഈ 4 കാര്യം നോക്കിയിട്ട് ശേഷം മാത്രമേ ഇൻവെസ്റ്റ് ചെയ്യാൻ പാടുള്ളൂ. 2 weeks to 1 month ടാർഗറ്റ് ഹിറ്റ് ചെയ്യാൻ സാധ്യതയുള്ള സ്റ്റോക്കിലാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ ഇതിൽ ഫസ്റ്റ് നമുക്ക്
ബ്രോക്കറേജസ് സ്വിങ്ങിന് റെക്കമെൻഡ് ചെയ്തിട്ടുള്ള സ്റ്റോക്കിൽ നോക്കാം. അപ്പോൾ അതിൽ ഇൻഡസ് ടവേഴ്സ് 341 റുപ്പീസിൽ ട്രേഡ് ചെയ്യുന്നു. സോ 345 ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ 350 400 ആ ഒരു റേഞ്ച് വരെ പോകുമെന്ന് റെക്കമെൻഡ് ചെയ്തിട്ടുണ്ട് മോത്തിലാൽ ഒസ്വാൾ. 330 സ്റ്റോപ്പ് ലോസ് വെക്കുക. ദെൻ കമിൻസ് ഇന്ത്യ ഇന്ന് 2.05% ഡൗൺ പോയിട്ടുണ്ട്. അപ്പോൾ ഇത് 3465 ബ്രേക്ക് ചെയ്ത് മുകളിൽ പോയാൽ നല്ലൊരു അപ് ട്രെൻഡ് ഉള്ളൂ. അപ്പം അങ്ങനെ പോവുകയാണെങ്കിൽ 3500 ആ ഒരു റേഞ്ച് വരെ പോകാൻ സാധ്യതയുണ്ട്. 3500 3650. അതല്ല 3460 ബിലോ പോവുകയാണെങ്കിൽ ഡൗൺ ട്രെൻഡ് പോകാൻ 2 സാധ്യതയുണ്ട്. ദെൻ KPI ഗ്രീൻ എനർജി ഈ ഒരു സ്റ്റോക്കും 758 ബ്രേക്ക് ചെയ്ത് മുകളിൽ പോയാലേ നല്ലൊരു ഓപ്പർച്യൂണിറ്റി ഉള്ളൂ. 758 ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ 800 വരെ പോകാൻ സാധ്യതയുണ്ട്. സ്റ്റോപ്പ് ലോസ് 740 വെക്കാം. ദെൻ നെക്സ്റ്റ് ഫെഡറൽ ബാങ്ക് ആണ്. സോ ഫെഡറൽ ബാങ്ക് 214 റുപ്പീസിൽ ട്രേഡ് ചെയ്യുന്നു. 225 ആണ് ടാർഗറ്റ്. സ്റ്റോപ്പ് ലോസ് 205. അഗെയിൻ ഈ സ്റ്റോക്കും 216 ബ്രേക്ക് ചെയ്ത് മുകളിൽ പോകണം. ദെൻ ഡോംസ് ഇൻഡസ്ട്രീസ് ഇപ്പോൾ 3.20% ഡൗൺ ആയിട്ടുണ്ട്. സോ 2975 ബ്രേക്ക് ചെയ്താൽ നല്ലൊരു അപ് ട്രെൻഡ് ഉള്ളൂ. അതല്ല 2965 ആ ഒരു റേഞ്ച് താഴേക്ക് പോവുകയാണെങ്കിൽ ഡൗൺ ട്രെൻഡും ഉണ്ട്. അപ്പോൾ മോത്തിലാൽ ഒസ്വാൾ ഈ ഒരു സ്റ്റോക്കിന് റെക്കമെൻഡ് ചെയ്തിരിക്കുന്ന ടാർഗറ്റ് 3250 വരെ പോകുന്നതാണ്. എന്നാലും നമുക്ക് നോക്കാം. അങ്ങനെ പോവുകയാണെങ്കിൽ 2950 സ്റ്റോപ്പ് ലോസ് വയ്ക്കാം. ദെൻ സിപ്ല അതുപോലെ 1493 കറൻ്റ്ലി ട്രേഡ് ചെയ്യുന്നു. ഇതും 1496 ബ്രേക്ക് ചെയ്ത് മുകളിൽ പോയാലേ നല്ലൊരു അപ് ട്രെൻഡ് വരുള്ളൂ. 1500 വരെ പോകുമെന്ന് പറഞ്ഞിട്ടുണ്ട്. 1480 സ്റ്റോപ്പ് ലോസ് വയ്ക്കാം. നെക്സ്റ്റ് പെട്രോനോട്ട് LNG 329 ഇപ്പോൾ കറൻ്റ്ലി ട്രേഡ് ചെയ്യുന്നത്. അപ്പോൾ 332 ബ്രേക്ക് ചെയ്ത് മുകളിൽ പോകണം, അല്ലെങ്കിൽ 335 ആ ഒരു റേഞ്ച് ബ്രേക്ക് ചെയ്ത് മുകളിൽ പോയാലേ നല്ലൊരു അപ് ട്രെൻഡ് ഉള്ളൂ. സോ 345 ടാർഗറ്റ് പറഞ്ഞിട്ടുണ്ട്. 324 സ്റ്റോപ്പ് ലോസ് വയ്ക്കുക. ഇതെല്ലാം വെയിറ്റ് ചെയ്യണം. നാളത്തെ മാർക്കറ്റ് ഗ്യാപ്പ് ഫില്ലിംഗ് എങ്ങനെയാണ് നടക്കുന്നത് എന്നുള്ളത് നോക്കിയിട്ട് നമുക്കിതിൽ ഇൻവെസ്റ്റ് ചെയ്യാം. 799 ഇപ്പോൾ കണ്ടെയ്നർ കോർപ്പറേഷൻ ട്രേഡ് ചെയ്യുന്നത്. സോ 812 ആ ഒരു റേഞ്ച് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ 845 ടാർഗറ്റ് എക്സ്പെക്ട് ചെയ്യാം. 795 സ്റ്റോപ്പ് ലോസ് വയ്ക്കുക. ഞാൻ ICICI ബാങ്ക് 1305 റുപ്പീസിൽ ട്രേഡ് ചെയ്യുന്നു. സോ 1310 ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ നല്ലൊരു അപ് ട്രെൻഡ് ഉണ്ട്. 1530 വരെ പോകുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ബട്ട് എന്നാലും നമ്മൾ നിയറസ്റ്റ് ടാർഗറ്റ് തന്നെ എടുക്കണം. ഓക്കെ, 1320 ആ ഒരു റേഞ്ച് നമുക്ക് പിടിക്കാം. 1208 സ്റ്റോപ്പ് ലോസ് വയ്ക്കാൻ പറഞ്ഞിട്ടുണ്ട് പ്രഭുദാസിലില്ലാതെ. ദെൻ ലാസ്റ്റ് ബട്ട് നോട്ട് ലീസ്റ്റ് ഏഞ്ചൽ വൺ 2909 കുറച്ച് പ്രൈസി സ്റ്റോക്കാണ്. ബട്ട് എന്നാലും 3000 വരെയാണ് ടാർഗറ്റ് പറഞ്ഞിരിക്കുന്നത്. സ്റ്റോപ്പ് ലോസ് 2520 റെക്കമെൻഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ സ്റ്റോക്ക് നിങ്ങൾ നല്ല അനലൈസ് ചെയ്യുക, എന്നിട്ട് മാത്രം ഇൻവെസ്റ്റ് ചെയ്യുക. അപ്പോൾ ഇതല്ലാതെ ഇത് ഇത്രയും ടോപ്പ് ബ്രോക്കറേജസ് റെക്കമെൻഡ് ചെയ്തിട്ടുള്ള സ്റ്റോക്കുകളാണ്. ഇതല്ലാതെ ഇന്നത്തെ മാർക്കറ്റ് ബേസിൽ വേറെ ഏതൊക്കെ സ്റ്റോക്ക് നല്ല ബ്രേക്ക്ഔട്ട് തരാൻ സാധ്യതയുണ്ടെന്ന് നോക്കാം. ഓല ഇലക്ട്രിക് IPOയിൽ വന്ന സ്റ്റോക്കാണ്. എന്നിട്ട് നല്ല ഡൗൺ പോയിട്ട് ഇപ്പോൾ വന്നിരിക്കുന്നു. ഇപ്പോൾ 73 വന്നിട്ടുണ്ട്. 75 ബ്രേക്ക് ചെയ്ത് പോവുകയാണെങ്കിൽ 80-85 ആ ഒരു റേഞ്ചിലേക്ക് പോകാൻ സാധ്യതയുണ്ട്. ദെൻ സന്തൂർ മാഗ്നീസ് ആൻഡ് അയൺ ഓർസ് ഈ ഒരു സ്റ്റോക്ക് 478 ട്രേഡ് ചെയ്യുന്നു. 480 ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ നല്ലൊരു അപ് ട്രെൻഡ് ഡബിൾ ബോട്ടം ഫോം ചെയ്തിരിക്കുകയാണ്. സോ 485 490 ആ ഒരു റേഞ്ച് പോകാൻ സാധ്യതയുണ്ട്. അതുപോലെ BDL ഇന്ന് നല്ല പോസിറ്റീവായിട്ട് 1035 ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ
1200 ആ ഒരു റേഞ്ച് വരെ പോകാൻ സാധ്യതയുള്ള നല്ലൊരു സ്റ്റോക്കാണ്. ഓക്കെ, അതുപോലെ കൊച്ചിൻ ഷിപ്പ്യാർഡും ഇനി ഉയരാൻ സാധ്യതയുള്ള സ്റ്റോക്ക് തന്നെയാണ്. 1435 ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ 1460 1500 ആ ഒരു റേഞ്ച് ടാർഗറ്റ് എക്സ്പെക്ട് ചെയ്യാം. ദെൻ IDBI ബാങ്ക് 81 rupees 85 ബ്രേക്ക് ചെയ്ത് മുകളിൽ പോയാൽ നല്ലൊരു അപ് ട്രെൻഡ് പ്രതീക്ഷിക്കാം. KFIN ടെക്നോളജീസ് 1157 rupeesൽ ട്രേഡ് ചെയ്യുന്നു. 1168 ബ്രേക്ക് ചെയ്ത് മുകളിൽ പോയാൽ നല്ലൊരു അപ് ട്രെൻഡ് പ്രതീക്ഷിക്കാം. അതുപോലെ യെസ് ബാങ്ക് പ്രോഫിറ്റ് ബുക്കിംഗ് ആണ് നടന്നിരിക്കുന്നത്. 22 അല്ലെങ്കിൽ 23 ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ നല്ലൊരു അപ് ട്രെൻഡിലേക്ക് പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഈ സ്റ്റോക്കിലൊക്കെ നിങ്ങൾ അനലൈസ് ചെയ്യുക, എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻസിൽ രേഖപ്പെടുത്തുക. മലയാളം ഷെയറുടെ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. പുതിയ വീഡിയോസ് ഒക്കെ ഇടുമ്പോൾ നോട്ടിഫിക്കേഷൻ വരും. പ്ലേലിസ്റ്റിൽ ബിഗിനേഴ്സിന് വേണ്ടി ഒത്തിരി വീഡിയോസ് ചെയ്തിട്ടുണ്ട്. ബേസിക് വീഡിയോ, ക്രൂഡ് ഓയിൽ, ടെക്നിക്കൽ ചാർട്ട് പാറ്റേൺ റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് ഒത്തിരി ചെയ്തിട്ടുണ്ട്. അപ്പോൾ എങ്ങനെ ചാർട്ട് അനാലിസിസ്, സ്ട്രാറ്റജി പലതും കൊടുത്തിട്ടുണ്ട്. ഏകദേശം ഒരു 49 വീഡിയോസ് ചെയ്തിട്ടുണ്ട്. അത് പോയി ക്ലിക്ക് ചെയ്ത് കാണുക. അപ്പോൾ മലയാളം ഷെയറുടെ ഒറിജിനൽ ആയിട്ടുള്ള ടെലഗ്രാം ചാനൽ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഡെയിലി സ്റ്റോക്ക് മാർക്കറ്റ് ന്യൂസുകൾ, ഇൻട്രാഡേ ഡെലിവറി ടിപ്സ് നിങ്ങൾക്ക് ലഭിക്കും. അതിൽ ഡിസ്ക്ലൈമർ കൊടുത്തു കാണും നോട്ട് സബി രജിസ്റ്റേർഡ് എന്നുള്ളത്. ആ ചാനൽ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നാളത്തെ ട്രേഡിംഗ് നിങ്ങൾക്ക് എല്ലാ രീതിയിലും സക്സസ്ഫുൾ ആകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം.